ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഈ രാവിലെ സമയം വേദപഠനത്തിനായി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തെ ആസ്പദമാക്കി വേദപഠനങ്ങൾ നടത്താൻ ഇടയാകുന്നതിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നു. താല്പര്യത്തോടെ അതിൽ കടന്നു വരികയും ഓൺലൈൻ മീഡിയയിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും തിരുവചന ധ്യാനത്തിനായി പഠനത്തിനായി ഞങ്ങൾ അടുത്തു വരുന്നു. നീ ഞങ്ങളോട് വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ അത് തിരിച്ചറിയാനും അത് ജീവിതത്തിൻ്റെ രൂപാന്തരത്തിനും മാറ്റത്തിനും കാരണമാകുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾ, ധ്യാനങ്ങൾ നിനക്ക് പ്രസാദകരമായിരിക്കാൻ ദൈവമേ ഈ രാവിലെ സമയം ഇടയാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഹൗ ഡെയർ യു ഡിസ്ട്രോയ് മൈ ഡ്രീംസ്. ഈ വാക്കുകൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഗ്രേറ്റ തൻബർഗ് എന്ന യുവതിയുടേതാണ്. ഗ്രേറ്റ തൻബർഗിനെ നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് സ്വീഡിഷ് പാർലമെൻറ്റിന് മുൻപിൽ അവളൊരു സ്കൂൾ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്ലാക്കാർഡുമായി അവൾ നിൽക്കും. ആ പ്ലാക്കാർഡിൽ അവൾ എഴുതിയിരുന്നത് ഇതാണ്: ഹൗ ഡെയർ യു ഡിസ്ട്രോയ് മൈ ഫ്യൂച്ചർ, മൈ ഡ്രീംസ്. ഈ സമരത്തെ അവൾ വിളിച്ചത് ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്നാണ്. ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ. ഗ്രേറ്റ തൻബർഗിൻ്റെ ഈ ഒറ്റയാൾ പോരാട്ടം പല ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വീഡിഷ് പാർലമെൻറ്റിന് മുമ്പിലേക്ക് ആളുകൾ ചേർന്നു വരാൻ തുടങ്ങി. അവിടെ അവർ ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞു: എൻ്റെ ഭാവിയെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗ്രേറ്റ തൻബർഗിൻ്റെ ഈ പോരാട്ടം ലോകമെല്ലാം അറിയപ്പെടാനായി തുടങ്ങി. ന്യൂയോർക്കിൽ നടന്ന UN ക്ലൈമറ്റ് ആക്ഷൻ കോൺഫറൻസിൽ ഗ്രേറ്റ തൻബർഗിനെ ഒരു പ്രസംഗകയായി ക്ഷണിച്ചു. അവൾ ന്യൂയോർക്കിലെത്തി. ലോക നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ട്രംപ് ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിൽ അവൾ ഈ ചോദ്യം ആവർത്തിച്ചു: ഹൗ ഡെയർ യു ഡിസ്ട്രോയ് മൈ ഡ്രീംസ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്നതായ കാലാവസ്ഥ പ്രതിസന്ധി, ഇത് മറന്ന് ഇനിയും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ എൻ്റെ വേദപഠനത്തിന് വിഷയീഭവിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് യോനായുടെ പുസ്തകത്തിൻ്റെ ഒരു പരിസ്ഥിതി വായനയാണ്. An ecological reading of the book of Jonah. വേദപുസ്തകം കാലോചിതമാകുന്നത് വേദപുസ്തകത്തെ കാലോചിതമായി വ്യാഖ്യാനിക്കുമ്പോഴാണ്. നമുക്കറിയാം, വേദപുസ്തകം ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം രൂപപ്പെട്ടതാണ്. നാം ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത അനുഭവങ്ങളിൽ വേദപുസ്തകം നമ്മോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതും വേദപുസ്തകം നമുക്ക് എന്ത് സന്ദേശം തരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്
കാലാവസ്ഥ വ്യതിയാനവും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ്. 2 സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. ഒന്ന്, ചില മാസങ്ങൾക്ക് മുൻപ് നടന്ന വയനാട് ദുരന്തമാണ്. വയനാട് ദുരന്തം 2 ഗ്രാമങ്ങളെ ഇല്ലാതെയാക്കി. മുണ്ടക്കൈയും ചൂരൽമലയും. 400-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് മനുഷ്യരുടെ കണക്ക് മാത്രം. എത്ര ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിന് കണക്കില്ല. നാം എല്ലാവരും ചോദിക്കേണ്ട ചോദ്യം, ഇതിനെയെല്ലാം നമ്മൾ നാച്ചുറൽ കലാമിറ്റി എന്നാണ് വിളിക്കുക. ഇസ് ഇറ്റ് നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയ്ഡ്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നാച്ചുറൽ എന്ന് വിളിക്കുമ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ സമീപിക്കുന്നത്. എന്നാൽ ഇത് മനുഷ്യനുണ്ടാക്കിയ ദുരന്തങ്ങളാണ് എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയുകയാണ്. ഈ 2 ആഴ്ചകളിൽ നമ്മൾ വായിച്ചത് കാലിഫോർണിയയിലെ തടയാൻ കഴിയാതെ മുന്നോട്ട് പോയ ദ വൈൽഡ് ഫയർ, കാട്ടുതീ എന്ന് പറഞ്ഞാലും ഇപ്രാവശ്യം അത് നശിപ്പിച്ചത് നാടിനെയാണ്. ഏകദേശം 12,000 ഭവനങ്ങളാണ് തീയിൽ കത്തി അമർന്നത്. അമേരിക്ക പോലെയുള്ള ഒരു വികസന രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആളുകളുടെ മരണം അത്ര കൂടിയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറഞ്ഞത് 2 റീസൺസാണ്. ഒന്ന്, ദ ഇൻക്രീസിങ് ടെമ്പറേച്ചർ, ലോകവ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ആഗോള താപനം. അത് കാലിഫോർണിയ ഒരു വൈൽഡ് ഫയർ പ്രോൺ ഏരിയ ആണ്. എപ്പോഴും കാട്ടുതീ സംഭവിക്കാൻ സാധ്യതയുള്ള ഇടമാണ്. എന്നാൽ ഈ കാട്ടുതീയെ ഇത്രത്തോളം ഭീകരമാക്കിയത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ലോകതാപനമാണ്. 2, കാലിഫോർണിയയിൽ മാത്രം വീശിയടിക്കുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റ് ഈ കാട്ടുതീയെ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാറ്റാണ്. മറ്റു പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ ഈ പ്രകൃതിയെ എത്രത്തോളം നാം നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നാം ആലോചിക്കേണ്ടതാണ്. യോനായുടെ പുസ്തകത്തെ കാലാകാലങ്ങളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വിവിധ കാഴ്ചപ്പാടുകളുടെ മധ്യത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചു, ഇറ്റ് വാസ് ഇൻ്റർപ്രറ്റഡ് ഫ്രം എ മിഷൻ പെർസ്പെക്റ്റീവ്. യോനായുടെ പുസ്തകത്തെ എപ്പോഴും ഒരു ദൗത്യത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ് കാണുന്നത്. അതിനെ ഒരു ഇൻ്റർകൾച്ചറൽ ഇൻ്റർനാഷണൽ മിഷൻ, അന്തർദേശീയമായ അന്തർസംസ്കാരങ്ങളിലുള്ള ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനാണ് യോനയുടെ പുസ്തകത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. 2, യോനയുടെ പുസ്തകത്തെ ഒരു ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് പെർസ്പെക്റ്റീവിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഉൾക്കൊള്ളലിൻ്റെയും പുറന്തള്ളലിൻ്റെയും കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് യോനയുടെ പുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യഹൂദരുടെ വളരെ പുറന്തള്ളുന്നതായ കാഴ്ചപ്പാടിൽ യോനയുടെ പുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി യോനയുടെ പുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അനുതാപത്തിൻ്റെയും മടങ്ങിവരവിൻ്റെയും സൂചനകൾ നൽകിയിട്ടുണ്ടെന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം മുതൽ വായിച്ച് മനസ്സിലാക്കുന്നത്, ദൈവം ആഗ്രഹിച്ചത് നിനവയുടെ രൂപാന്തരമാണ്. അത് സംഭവിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിൻ്റെ പ്രവാചകനായ യോനയുടെ തന്നെ രൂപാന്തരം ഈ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ അനുതാപത്തിൻ്റെയും മടങ്ങിവരവിൻ്റെയും കാഴ്ചപ്പാടിൽ ഈ പുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തെ ഇറ്റ് വാസ് അനലൈസ്ഡ് ഫ്രം എ റെട്ടോറിക്കൽ പെർസ്പെക്റ്റീവ്. വേദപുസ്തകത്തിലെ സംഭാഷണങ്ങളുടെയും ഭാഷയുടെയും അതിൻ്റെ സാഹിത്യരൂപങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ യോനയുടെ പുസ്തകത്തെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് ഒരു പരിസ്ഥിതി വായനയുടെ പേരിലാണ്. ആൻ എക്കോളജിക്കൽ റീഡിംഗ് ഓഫ് ദ ബുക്ക് ഓഫ് ജോന. ഇതിന് നിങ്ങളൊരു പുസ്തകം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ജോന ആൻ എർത്ത് ബൈബിൾ കമൻട്രി. ഇത്
വളരെ റീസെൻ്റായി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. സിയോണി ഹവിയ എന്ന് പറയുന്ന ഒരു പസഫിക് സ്കോളറാണ് അതിൻ്റെ രചയിതാവ്. എന്താണ് പരിസ്ഥിതി ദൈവശാസ്ത്രവും പരിസ്ഥിതി വ്യാഖ്യാനവും? നമുക്ക് ഒരു പരിധിവരെ അതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇതിനിയും ഒരു അക്കാഡമിക് എക്സസൈസ് അല്ല, ഇത് നമ്മുടെ ജീവിത അനുഭവമായി മാറിയിരിക്കുകയാണ്. ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചിട്ട് ഇനിയും പരിസ്ഥിതിയെ നമുക്ക് കാണാൻ കഴിയില്ല. ഇറ്റ് ഈസ് എ സർവൈവൽ ആൻഡ് റെസിലിയൻ്റ് ഇഷ്യൂ. ഇത് അതിജീവനത്തിൻ്റെയും ജീവിത അനുഭവങ്ങളുടെയും പുസ്തകമാണ്. അടിയന്തരമായി നാം പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയമാണ് പരിസ്ഥിതി ദൈവശാസ്ത്രം. പരിസ്ഥിതി ദൈവശാസ്ത്രം 1967 ലിൻ വൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കോളറാണ് ആദ്യമായി ഈ ലോകത്തോട് പരിസ്ഥിതി ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ഇക്കോളജിക്കൽ ക്രൈസിസ്. 1967 എന്ന് നമ്മൾ ആലോചിച്ചോളണം. ദി ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ഇക്കോളജിക്കൽ ക്രൈസിസ്, പരിസ്ഥിതി പ്രതിസന്ധിയുടെ ചരിത്രപരമായ വേരുകൾ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് ഭാഷാന്തരം ചെയ്യാം. പാശ്ചാത്യ ക്രിസ്തീയ സംസ്കാരങ്ങളും ദൈവശാസ്ത്രവും എത്രത്തോളം പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമായി എന്നാണ് ഈ പഠനത്തിലൂടെ ലിൻ വൈറ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ക്രിസ്ത്യൻ ദൈവശാസ്ത്രവും ക്രിസ്ത്യൻ പഠിപ്പിക്കലുകളും പരിസ്ഥിതിയുടെ നാശത്തിലേക്ക് നയിച്ചു എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമായി. പലരും ദൈവശാസ്ത്രത്തിലേക്കും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലേക്കും നോക്കാൻ തുടങ്ങി. അവർ കണ്ടെത്തിയതായ കാര്യം, കാലാകാലങ്ങളായി മനുഷ്യ കേന്ദ്രീകൃതമായി വേദപുസ്തകത്തെ അവതരിപ്പിച്ചപ്പോൾ സംഭവിച്ച അപകടമാണ് ഇന്ന് നാം അനുഭവിക്കുന്നതായ പരിസ്ഥിതി പ്രതിസന്ധി എന്ന് അവർ കണ്ടെത്തി. എന്താണ് പരിസ്ഥിതി വായന? 2-3 കാര്യങ്ങൾ പറഞ്ഞ് യോനയുടെ പുസ്തകത്തിലേക്ക് വരാം എന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, പരിസ്ഥിതി വായന നമുക്ക് തരുന്നത്, വേദപുസ്തകം നമുക്ക് തരുന്ന പരിസ്ഥിതി ജ്ഞാനത്തെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. What is the ecological wisdom in the book in the book of Bible? വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന പരിസ്ഥിതി ജ്ഞാനം എന്താണ് എന്നുള്ള ഒരു കണ്ടെത്തലാണ്. 2, ഇന്നത്തെ പരിസ്ഥിതി പ്രതിസന്ധിക്ക് വേദപുസ്തകം നൽകുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ദൈവശാസ്ത്രവും വേദവ്യാഖ്യാനവും എത്രത്തോളം മനുഷ്യ കേന്ദ്രീകൃതവും മറ്റ് സൃഷ്ടി വിരുദ്ധവുമാണ് എന്ന് പരിശോധിക്കുന്നതാണ് പരിസ്ഥിതി ദൈവശാസ്ത്രം. ഞാൻ സൂചിപ്പിച്ചു, കാലാകാലങ്ങളായി വേദപുസ്തകത്തെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ പഠിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഈ അവതരണം എത്രത്തോളം സമസൃഷ്ടികൾക്കെതിരായിരുന്നു എന്നുള്ളതായ കണ്ടെത്തലാണ് ഈ വായനയിൽ ഉള്ളത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ഡ്യുവലിസം, അത് കാലാകാലങ്ങളിലെ വിവിധ ജ്ഞാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ബൈനറിയായി അവതരിപ്പിക്കുക. ഇപ്പോൾ ബോഡി ആൻഡ് സോൾ, ഗുഡ് ആൻഡ് ഈവിൾ, ഇങ്ങനെ ഒത്തിരി ബൈനറീസ് ഉണ്ട് നമ്മുടെ ഇടയിൽ. ഈ ബൈനറീസിന് വലിയ അപകടമുണ്ട് എന്ന് ഈ കാലഘട്ടം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനും പ്രകൃതിയും എന്നുള്ളൊരു ബൈനറിയിൽ, ഒരു ദ്വന്ദ്വത്തിൽ ഇനിയും നമുക്ക് വേദപുസ്തകത്തെ പഠിക്കാൻ കഴിയില്ല. അങ്ങനെ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ പഠനങ്ങൾ പരിസ്ഥിതി വിരുദ്ധമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇറ്റ് എയിംസ് ഫോർ എ ഡെമോക്രസി ഓഫ് ഓൾ ക്രിയേഷൻ. സകല സൃഷ്ടിയുടെയും ഒരു ജനാധിപത്യവൽക്കരണത്തിലേക്കാണ് ഈ പഠനങ്ങൾ നമ്മെ നയിക്കുന്നത്. ഒരു സൃഷ്ടിയും ഒന്നിനും മുകളിലല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ദി ഡെമോക്രസി ഓഫ് ഓൾ ക്രിയേഷൻ. അത് പരിസ്ഥിതി ദൈവശാസ്ത്രം കണ്ടെത്താനായി ശ്രമിക്കുകയാണ്. മറ്റൊരു കാര്യം, ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഒരു അന്ത്യകാല വായനകളും വിവരണങ്ങളും എത്രത്തോളം പരിസ്ഥിതി വിരുദ്ധമായിരുന്നു എന്നുള്ളതും ഈ പരിസ്ഥിതി ദൈവശാസ്ത്രം അന്വേഷിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും
നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ, നാച്ചുറൽ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ അതിനെ പലരും ഈ ലോകത്തിൻ്റെ അന്ത്യമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ലോകത്തിനൊരന്ത്യമുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ പ്രതിസന്ധികളാണ് ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല, കാരണം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമല്ലോ എന്നുള്ളതായ വളരെ വ്യത്യസ്തമായ ഒരു പഠിപ്പിക്ക ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അന്ത്യകാലത്തെ സംബന്ധിക്കുന്ന പഠിപ്പിക്കലുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് പോലെയുള്ള ഡിസാസ്റ്റേഴ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അന്ത്യകാല പഠിപ്പിക്കലുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്നത്തെ ലോകവും പ്രകൃതിയും അത്ര പ്രാധാന്യമുള്ളതല്ലെന്നും വരുവാനുള്ളതാണ് പ്രാധാന്യമുള്ളതെന്നും തെറ്റിദ്ധരിച്ചു പോയ ഒരു അന്ത്യകാല പഠിപ്പിക്കലുകൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിയുകയും എന്താണ് അന്ത്യകാലം എന്നുള്ള വ്യക്തമായ സൂചനകൾ പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് പരിസ്ഥിതി ദൈവശാസ്ത്രം. ഇങ്ങനെ വികലമായ അനേക കാഴ്ചപ്പാടുകൾ ഇന്നത്തെ പരിസ്ഥിതിയുടെ നാശത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എ പോസ്റ്റ് ഹ്യൂമൻ ഈറ, മനുഷ്യാനന്തര കാലം എന്നതിനെ വിളിക്കാറുണ്ട്. അതിന് പല ധാരകളുണ്ടെങ്കിലും എ ക്രിട്ടിക്കൽ പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത് മനുഷ്യാനന്തര കാലത്തിൻ്റെ ഒരു വിമർശനാത്മക പഠനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായ ഹ്യൂമൻ ഈസ് വൺ എമംഗ് അതർ ക്രിയേഷൻ. മറ്റ് സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ. ഇത് മനുഷ്യാനന്തര കാലം നമ്മെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ സകലത്തിനും മുകളിലാണെന്ന് ശ്രേണീബദ്ധമായി സൃഷ്ടിയെ അവതരിപ്പിച്ച പഠിപ്പിക്കലുകളിൽ നിന്നും വ്യത്യസ്തമായി ഹ്യൂമൻ ഈസ് വൺ എമംഗ് മെനി അതർ ക്രിയേഷൻ എന്നുള്ള പഠനങ്ങളിലേക്കാണ് പോസ്റ്റ് ഹ്യൂമൻ പഠനങ്ങൾ നമ്മെ എത്തിക്കുന്നത്. ഇത്രയും ഒരു മുഖവരയായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. യോനയുടെ പുസ്തകത്തെ പരിസ്ഥിതി ബന്ധിയായി വ്യാഖ്യാനിക്കുമ്പോൾ we see Jonah as a victim of ecological crisis. പരിസ്ഥിതി പ്രതിസന്ധിയുടെ ഒരു ഇരയാണ് യോന എന്ന് നമുക്ക് ഈ വായനയിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇത് ഞാൻ സൂചിപ്പിച്ചു, ഈ പുസ്തകത്തെ പരിസ്ഥിതി വായനയുടെ ലെൻസിലൂടെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ജോന വാസ് എ വിക്ടിം. വിക്ടിം എന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. കാരണം ഇര എന്നുള്ളത് ദുർബലരുടെ അടയാളമാണ് എന്ന് പലപ്പോഴും നമ്മൾ കരുതാറുണ്ട്. എന്നാൽ ഇരകൾ തനിയെ ഉണ്ടാകുന്നതല്ല, ഇരയാക്കപ്പെടുന്നതാണ് എന്നുള്ള ഒരു നല്ല തിരിച്ചറിവ് നമുക്കെല്ലാം വേണം. പരിസ്ഥിതി പ്രതിസന്ധി അനേക ഇരകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം മധ്യ തിരുവിതാംകൂർ അനുഭവിച്ചത് നമ്മളാരും മറന്നിട്ടില്ലേ? അതിനകത്ത് മധ്യ തിരുവിതാംകൂറിലെ മിക്കവാറും ആളുകൾ അത് മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ ദുരന്തത്തിന് ഇരയായി തീർന്നു. എന്നാൽ ആരെയാണ് ഈ ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത്? നമുക്ക് മനസ്സിലാകും, ഏറ്റവും വലിയ ദുർബലരെയാണ് ഈ ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത്. അത് ഏത് ദുരന്തവും അങ്ങനെ തന്നെയാണ്. ഈ കാലിഫോർണിയയിൽ കാട്ടുതീ പടരുമ്പോൾ പല പിക്ചേഴ്സ് നമ്മൾ കണ്ടു. മനുഷ്യനൊക്കെ കാർ ഓടിച്ചു പോയി, ജീവജാലങ്ങൾ എന്തു ചെയ്യും? എങ്ങോട്ടോടും? അവരാണ് ഏറ്റവും ദുർബലർ, അവരെയാണിത് ഏറ്റവും അധികം ബാധിക്കുക. അപ്പോൾ ഇരകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു പരിസ്ഥിതിയുടെ പ്രതിസന്ധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യോനയെ അത്തരത്തിലൊന്ന് വായിക്കാനായി ശ്രമിക്കുകയാണ്. ഒന്ന്, യോന ഇൻ ദ വാട്ടർ, എ ഡിസാസ്റ്റർ വിക്ടിം. വെള്ളത്തിലെ യോന ഒരു ദുരന്തത്തിൻ്റെ ഇരയാണ്. വെള്ളത്തിൽ എടുത്ത് എറിയപ്പെട്ട യോന മത്സ്യത്തിൻ്റെ വയറ്റിലെ യോനയും ഒരു ദുരന്തത്തിൻ്റെ പരിണിത ഫലം പേറുന്നവരുടെ പ്രതിനിധിയാണ്. യോന വെള്ളത്തിൽ എറിയപ്പെടാനുള്ള കാരണം
നമുക്കറിയാം, സമുദ്രത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയുടെ അന്ത്യത്തിലാണ് യോന സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. യോന പ്രതിനിധീകരിക്കുന്നത് ഇത്തരത്തിൽ നിലയില്ലാത്ത ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനേക ആളുകളുടെ പ്രതിനിധിയാണ് യോന. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പലപ്പോഴും നമ്മളിതിനെ നാച്ചുറൽ കലാമിറ്റി എന്നാണ് വിളിക്കുക. എന്നാൽ ആർ ദീസ് ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്? മനുഷ്യരുടെ പ്രവർത്തന ഫലമായി സംഭവിച്ചതാണോ ഇത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു കൊള്ളണം. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന കാലാവസ്ഥയുടെ പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. നമ്മൾ നിരന്തരമായി ഇനി ദുരന്തങ്ങൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ രണ്ട് രീതിയിൽ ആളുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ദിസ് ഈസ് ആൻ ഈറ ഓഫ് പോസ്റ്റ് നോർമൽ ടൈംസ് എന്ന് പറയാറുണ്ട്. സാധാരണ അനന്തരകാലം എന്നാണ് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത്. നമുക്കെല്ലാം വളരെ പരിചിതമാണ് ഈ ടെർമിനോളജികൾ. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ആദ്യം നമുക്ക് വാങ്ങിത്തരുന്നത് ഒരു കുടയാണ്. കുട കൊണ്ട് സ്കൂളിൽ പോകണമല്ലോ. കാരണം ജൂൺ 1-ാം തീയതി മഴ പെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് ജൂണിനും മഴയില്ല, ജൂലൈയിലും മഴയില്ല. അത് കഴിഞ്ഞിപ്പോൾ ഓഗസ്റ്റിലായി. ഇപ്പോൾ തുടർന്ന് നമ്മൾ ഇനി നവംബറിലാണോ ഡിസംബറിലാണോ മഴ വരുന്നതെന്ന് നമുക്കറിയില്ല. സാധാരണമായി സംഭവിച്ചതൊന്നും ഇനി സംഭവിക്കില്ല. ഇനിയുള്ള കാലം സാധാരണ അനന്തരകാലമാണ്. ഒരു ചക്ക, ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ അത് എന്ന് കായ്ക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ചില അറിവുകളുണ്ടായിരുന്നു. ഇനി അറിവിന് ഒരു കാര്യമില്ല. ചക്കയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ കായ്ക്കും. അത് കായ്ക്കണമെങ്കിൽ ഈ പ്രകൃതി അനുവദിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണം എന്ന് നമ്മൾ കരുതിയതെല്ലാം മാറിപ്പോയി. അതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് സാധാരണ അനന്തരകാലം എന്നാണ്. രണ്ടാമത്തെ ഒരു അടയാളപ്പെടുത്തൽ എ പോസ്റ്റ് ഡിസാസ്റ്റർ ഇറ എന്നുള്ളതാണ്. ദുരന്താനന്തര കാലം. ഈ കാലഘട്ടത്തിൽ എപ്പോഴും ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദുരന്തങ്ങൾ അനന്തരമായുള്ള ഒരു കാലമാണ് ഇനിയുള്ളത്. 30 വർഷങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട, കഴിഞ്ഞ 30 വർഷങ്ങളിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ 3 ഇരട്ടിയായി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാലാവസ്ഥ വ്യതിയാനം കാരണം 20 മില്യൺ പീപ്പിൾ തങ്ങളുടെ താമസ ഇടങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ദുരിതമായി ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഈ ദുരന്തങ്ങൾ എല്ലാം സകല സൃഷ്ടിയെയും ബാധിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഏറ്റവും ദുർബലർ ഏറ്റവും അധികം ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുകയാണ്. വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് ടു ഡിസാസ്റ്റർ വിക്ടിംസ്? ദുരന്തങ്ങളുടെ ഇരകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഇത് ഈ കാലഘട്ടം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദുരന്തങ്ങളിൽ ഇരയാക്കപ്പെട്ട് തങ്ങളുടെ വാസ ഇടങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? വയനാട്ടിൽ എത്രയോ കുടുംബങ്ങളാണ് ഇന്നും സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പാർക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ വിക്ടിംസ് ഇത് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. യോന അത്തരത്തിൽ ഒരു ഇരകളാക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധിയായി ഈ പുസ്തകം നമ്മെ മനസ്സിലാക്കുകയാണ്. 2, യോന ഓൺ ദ ഡ്രൈ ലാൻഡ്, എ ക്ലൈമറ്റ് റെഫ്യൂജി. യോന ഈ ദുരന്തത്തിന് ശേഷം ഛർദ്ദിക്കപ്പെടുന്നത് ഒരു കരയിലേക്കാണ്. അതേത് കരയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പറയുന്നത് ഈ വലിയ മത്സ്യം യോനായെ കരയിൽ ഛർദ്ദിച്ചു എന്നാണ്. തീരങ്ങൾ, കര, കാലാവസ്ഥ അഭയാർത്ഥികളുടെ അഭയസ്ഥാനമാണ്. Jonah represents millions of people who are forced to move from their native places due to climate change. നിങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള വർത്തമാന പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ UN റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. ഈ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ചില പട്ടണങ്ങളുടെ പകുതിയെങ്കിലും 2050 ആകുമ്പോൾ മുങ്ങിപ്പോകും. അതിൽ നമ്മുടെ എറണാകുളവും ഉണ്ട്.
മുംബൈ ഉണ്ട്. ജക്കാർത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ജക്കാർത്ത. ഒരു പുതിയ തലസ്ഥാനം പണിയാൻ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ പഴയ തലസ്ഥാനം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതെല്ലാം പുറന്തള്ളുന്നത് ആയിരക്കണക്കിന് അഭയാർത്ഥികളെയാണ്. 2020 പ്രസിദ്ധീകരിച്ച ആക്ഷൻ എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക് സൗത്ത് ഏഷ്യ റിപ്പോർട്ടിൽ പറയുന്നത് 2030 ആകുമ്പോൾ 37.5 million people will be displaced and estimated 62.9 million by 2050 across 5 South Asian nations including India. ഇന്ത്യ ഉൾപ്പെടുന്ന ഈ രാജ്യങ്ങളിൽ 2030 ആകുമ്പോഴേക്ക് 37.5 million people will be displaced. 2022 സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എൻവയൺമെൻറ്റ് ഇന്ത്യൻ എന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ഈസ് 4th worst ഹിറ്റ് കൺട്രി വെൻ ഇറ്റ് കംസ് ടു ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് മൈഗ്രേഷൻ. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് കുടിയേറാൻ പ്രേരിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ 4ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. കഴിഞ്ഞ മുമ്പത്തെ ഒളിമ്പിക്സിൽ ഒരു ടീമുണ്ടായിരുന്നു. ആ ടീമിൻ്റെ പേര് റെഫ്യൂജീസ് എന്നാണ്. ആ ടീമിനെ നയിച്ചത് യുസ്രു മാർഡീനി എന്ന് പറയുന്ന ഒരു നീന്തൽ താരമാണ്. യുസ്രു മാർഡീനി സിറിയയിൽ നിന്നും അഭയാർത്ഥികളായി പോയ ഒരു കപ്പലിൽ, ഒരു ചെറിയ ബോട്ടാണ്, ആ ബോട്ടിൽ കയറിപ്പോയ ആളുകളിൽ ഒരാളായിരുന്നു. യുസ്രു മാർഡീനി ഒരു നീന്തൽ താരമായിരുന്നു. എന്നാൽ ഈ ആളുകളുടെ ബാഹുല്യം മൂലവും ഈ ബോട്ടിൻ്റെ പഴക്കം മൂലവും കടലിൻ്റെ നടുക്ക് വെച്ച് ബോട്ട് നിന്നുപോയി. ഒരടി പോലും മുൻപോട്ട് പോകുന്നില്ല. ഈ ബോട്ടിലുണ്ടായിരുന്ന യുസ്രു മാഡിനിയും അവളുടെ സഹോദരിയും ചില മറ്റ് നീന്തൽ താരങ്ങളും കടലിൽ ചാടി നീന്തി ഈ ബോട്ടിനെ പുഷ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ അവർ എത്തിച്ചേർന്നത് ജർമ്മനിയുടെ തീരങ്ങളിലാണ്. അവർ ജർമ്മനിയിൽ താമസം ആരംഭിച്ചു. അടുത്ത് നടന്ന ഒളിമ്പിക്സിൽ ദേ റെപ്രസെൻറ്റഡ് എ റെഫ്യൂജി ടീം. അഭയാർത്ഥികളുടെ ഒരു കൂട്ടം ആളുകളുമായി അവർ ഒളിമ്പിക്സിൽ മത്സരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകം അഭയാർത്ഥികളുടെ ഇടമായി തീരുകയാണ്. ഈ കരയിലേക്ക് ഛർദ്ദിക്കപ്പെട്ട യോന ഈ അഭയാർത്ഥികളെ പ്രതിനിധീകരിക്കുന്നയാളാണ്. യോനയ്ക്ക് ഈ കര ഒരു ആശ്വാസത്തിൻ്റെയും ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിൻ്റെയും ഒരിടമായി മാറുകയാണ്. സോ ജോന ഓൺ ദ ഡ്രൈ ലാൻഡ് ഈസ് എ ക്ലൈമറ്റ് റെഫ്യൂജി. 3 യോനയെ നമ്മൾ കാണുന്നത് ജോന അണ്ടർ ദി ബൂത്ത്, കുടിലിൽ ഇരിക്കുന്ന യോന, എ ഡെവലപ്മെൻറ്റ് ആൻഡ് അർബനൈസേഷൻ വിക്ടിം. നഗരത്തിന് വെളിയിൽ കുടിലിൽ ഇരിക്കുകയാണ് യോന. നിനവേ വാസ് നോട്ട് എ കംഫർട്ടബിൾ പ്ലേസ് ഫോർ യോന. യോനയെ സംബന്ധിച്ചിടത്തോളം നിനവേ ഒട്ടും സുഖകരമായ ഇടമായിരുന്നില്ല. തൻ്റെ അതൃപ്തിക്ക് യോനയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്നാൽ യോന 3 ദിവസം വഴി നടന്ന് നിനവയിൽ പ്രസംഗിച്ച് നിനവ പട്ടണത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി നിനവയുടെ പട്ടണത്തിന് പുറത്ത് ഒരു കുടിലുണ്ടാക്കി അവിടെ ഇരുന്നു എന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഞാൻ ഈ ഭാഗത്തെ യോനയുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്, വികലമായ വികസനങ്ങളും നഗരവൽക്കരണങ്ങളും പുറന്തള്ളുന്ന ആളുകളുടെ പ്രതിനിധിയായി യോനയെ കാണാൻ ആഗ്രഹിക്കുകയാണ്. നഗരത്തിന് പുറം എന്നുള്ളത് വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലുണ്ട്. പാളയത്തിന് പുറത്ത്, നഗരമതിലിന് പുറത്ത് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആരാണ് അവിടെ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുന്നത് എല്ലാ തരത്തിലും പുറന്തള്ളപ്പെടുന്ന ആളുകളാണ്. കുഷ്ഠരോഗികൾ, ഇരകളാക്കപ്പെട്ടവർ, അന്യദേശക്കാർ, അശുദ്ധിയുള്ളവർ, ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലമാണ് നഗരത്തിന് പുറത്ത്. ഇവിടെയാണ് യോന ഇപ്പോൾ ഇരിക്കുന്നത്.
ഈ യോനയെ നിനവ എന്ന് പറയുന്ന മഹാനഗരം പുറന്തള്ളിയ ഒരു ആളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ വൻ നഗരങ്ങളിലേക്കൊന്ന് പോയാൽ മതി. വൻ നഗരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെവിടങ്ങളിലായി ഇത്തരം കുടിലുകൾ നമുക്ക് കാണാം. നഗരത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള അനേക ചേരിയിലെ കുടുംബങ്ങളെയും നമുക്ക് കാണാം. ഇവരെല്ലാം ഒരു കുടിലിന് കീഴിൽ പാർക്കുന്നവരാണ്. വികസനം പുറന്തള്ളിയ അനേക ആളുകളുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാൻ വ്യക്തിപരമായി പങ്കെടുത്ത പല സമരങ്ങളുണ്ട്. അതിൽ വിഴിഞ്ഞ സമരമുണ്ട്, ഇപ്പോൾ നടക്കുന്ന കേരയിൽ സമരങ്ങളുണ്ട്. ഇപ്പോൾ കേരയിൽ വിരുദ്ധ സമിതി അതിൻ്റെ സമരത്തിൻ്റെ ഭാഗമായി പല സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഏതെല്ലാം അഭിമാനവും ഏതെല്ലാം നേട്ടവും ഇത് കൊണ്ടുവരുമെങ്കിലും 20,000 കുടുംബങ്ങളെ കേരളത്തിൽ പുറന്തള്ളിയാൽ അവരെവിടെ പോകും? ഇതിനെക്കുറിച്ച് ഒരു പ്ലാനും നമുക്കില്ല. വികസനം വികസനം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെയെല്ലാം മഹത്വവൽക്കരിക്കുകയാണ്. എന്താണ് യഥാർത്ഥമായ വികസനം? മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കുന്നതാണ് യഥാർത്ഥ വികസനം എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ വലിയ കെട്ടിടങ്ങളുടെയും കോൺക്രീറ്റ് നിർമ്മാണങ്ങളുടെയും പിന്നാലെ പോയി അതിനെ വികസനം എന്ന് വിളിക്കുകയാണ്. ഇറ്റ് വിക്ടിമൈസസ് പീപ്പിൾ ആൻഡ് ത്രോ ദം ഔട്ട്. അവരെ നഗരത്തിന് പുറത്തേക്ക് തള്ളിക്കളയുന്ന വികസനങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യോന ഇന്ന് നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ യോന ഇങ്ങനെ പുറന്തള്ളിയ ആളുകളുടെ പ്രതിനിധിയാണ്. അവന് പോകാൻ മറ്റ് ഇടമില്ല. അവൻ ഇരിക്കുന്നത് ഒരു കുടിലിന് കീഴിലാണ്. അപ്പോൾ ഈ കുടിലിന് കീഴിലുള്ള യോന, ഹീ ഈസ് എ വിക്ടിം ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് അർബനൈസേഷൻ. ഇത് ലോകത്തെമ്പാടും നടക്കുന്ന കാര്യമാണ്. വികസനത്തിൻ്റെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുക, അവരെ പുറന്തള്ളുക, അവരുടെ പുനരധിവാസം ഉറപ്പാക്കാതെ ഇരിക്കുക. അത് കേരളത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും നാലാമത് നമ്മൾ യോനയെ കാണുന്നത് ജോന അണ്ടർ ദ ബുഷ്. യോന ഒരു ആവണക്കിൻ്റെ കീഴിൽ ഇരിക്കുകയാണ്. ഹീ ഈസ് എ വിക്ടിം ഓഫ് അൻ ആന്ത്രപ്പോസീൻ ഇറ. എന്താണ് ആന്ത്രപ്പോസീൻ ഇറ എന്ന് പറയുന്നത്? യോനയെ നമ്മളിവിടെ കാണുന്നത് ഒരാവണക്കിൻ്റെ കീഴിൽ ഇരിക്കുന്ന യോന. ആവണക്ക് നിമിത്തം യോന വല്ലാതെ സന്തോഷിച്ചു എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി യോന ഈ 4 അധ്യായങ്ങളിൽ സന്തോഷിക്കുന്നത് ഈ ഒറ്റ കാര്യത്തിനാണ്. തൻ്റെ തലയ്ക്ക് മുകളിൽ വളർന്നു വന്ന ഒരു ചെടിയെ കണ്ട് യോന വല്ലാതെ സന്തോഷിക്കുകയാണ്. എന്താണ് ആന്ത്രപ്പോസീൻ? കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ വിളിച്ച പേരാണ് ആന്ത്രപ്പോസീൻ. അതിന് കാരണം എവ്രിതിങ് വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യനിലേക്ക് സകലവും കേന്ദ്രീകരിക്കപ്പെട്ടതിൻ്റെ പേരാണ് ആന്ത്രപ്പോസീൻ. മനുഷ്യന് മാത്രമാണ് ആന്തരികമായ മൂല്യമുള്ളതെന്നും ബാക്കിയുള്ളതിനെല്ലാം ഉപയോഗമൂല്യം മാത്രമേ ഉള്ളൂവെന്നും തെറ്റിദ്ധരിച്ച ഒരു കാലം. Only human has intrinsic worth and all other creation has utility value. ഇതൊരു തത്വശാസ്ത്രമാണ്. മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റെല്ലാം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലം. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളതെല്ലാം നമുക്കിഷ്ടം പോലെ വിനിയോഗിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ച ഒരു കാലം. ഇവിടെ യോനയോട് ദൈവം പറയുന്നുണ്ട്, യോനായെ, നീ അധ്വാനിക്കാതെ മുളച്ചു വന്ന ഒരു ചെടിയാണിത്. നീ നട്ടിട്ടില്ല, നീ വെള്ളമൊഴിച്ചിട്ടില്ല, നീ വളർത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ചെടി നിനക്ക് ഉപകാരപ്രദമാണ്. ഇവിടെ ഈ ചെടി എന്ന് പറയുന്നത്, ദി ബുഷ് റെപ്രസെൻറ്റ്സ് ദ തിങ്സ് ദാറ്റ് വി റിസീവ്ഡ് വിത്തൗട്ട് ആർ എഫർട്ട്. നമ്മുടെ അധ്വാനമില്ലാതെ നമുക്ക് എന്തെല്ലാം ഈ പ്രകൃതി തന്നിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മൾ ശ്വാസം വലിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. വേർ ഡു യു ഗെറ്റ് ദിസ് ഓക്സിജൻ? ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് കിട്ടിയതല്ല. നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മളതിനെ മലിനമാക്കിയിട്ടേ ഉള്ളൂ.
യോനയോട് ദൈവം പറയുന്നു, യോനയെ, നീ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്റെ അധ്വാനമില്ലാതെ നിനക്ക് ലഭ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വായു, വെള്ളം, പ്രകാശം, ഈ ഭൂമിയിലെ സസ്യജാലങ്ങൾ, ഇതൊന്നും നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് കിട്ടിയതല്ല. ദിസ് ബുഷ് റെപ്രസെന്റ്സ് umpteen number of resources. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക വിഭവങ്ങൾ നമ്മുടെ അധ്വാനമില്ലാതെ കിട്ടിയതാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കിട്ടിയ വിഭവങ്ങളെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ പറയുന്നത്, യോന വാസ് സോ ഹാപ്പി അബൌട്ട് ദ ബുഷ്. ചെടിയെ, ഈ ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു എന്നെഴുതി. അപ്പോൾ അങ്ങനെ സന്തോഷിച്ച യോന അത് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാതെ കോപിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, നീ കോപിക്കുന്നത് വിഹിതമാണ്? ഞാൻ നാളെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നീ കോപിക്കുന്നത് വിഹിതമാണോ? ചില സമയം കഴിഞ്ഞപ്പോൾ ഒരു പുഴു വന്ന് ഈ ആവണക്ക് തിന്നു കളഞ്ഞു. ഇതാണ് യോനയുടെ പ്രശ്നം. യോനയെ സംബന്ധിച്ചിടത്തോളം ഈ ആവണക്കെന്ന് പറയുന്നത് യോനയ്ക്ക് മാത്രമുള്ളതാണ്. പുഴുവിന് അതിനകത്തൊരു അധികാരവും ഇല്ല. അപ്പോൾ പുഴു വന്ന് തിന്നു കളഞ്ഞാൽ യോനയ്ക്ക് എന്ത് വരും? കോപം വരും. കാരണം യോന ഒരു മനുഷ്യ കേന്ദ്രീകൃത ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. യോനയെ സംബന്ധിച്ചിടത്തോളം ഈ പുഴു എന്ന് പറയുന്നതിന് ആഹാരത്തിന് ഒരു അവകാശവും ഇല്ല. യോനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. യോനയ്ക്ക് മാത്രമാണ് ഈ ചെടി പ്രയോജനപ്പെടുന്നതും അത് യോനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണെന്നും യോന തെറ്റിദ്ധരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും നമ്മളും ജീവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ചിന്തയിൽ ഈ പ്രകൃതി നമുക്ക് തന്നതെല്ലാം നമുക്ക് മാത്രമുള്ളതാണ്. ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനോ അവസാനിപ്പിക്കാനോ സാധ്യമല്ല. The Anthropocene era destroyed the sustainability for their own selfish desires. മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുപാടുമുള്ള സമസൃഷ്ടങ്ങളെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു. ചരിത്രം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, എത്രയോ സൃഷ്ടികളാണ് എക്സ്റ്റിങ്ക്റ്റായി പോയത്. ഈ ലോകത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായി പോയി. ഇപ്പോഴും ഒത്തിരി സൃഷ്ടിജാലങ്ങൾ അത്തരത്തിൽ ഒരു മരണം മുൻപിൽ കാണുകയാണ്. ജോന അണ്ടർ ദ ബുഷ് റെപ്രസെൻറ്റ്സ് an Anthropocene victim. ഞാൻ എൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരട്ടെ. ഈ പുസ്തകം ഇങ്ങനെയുള്ള ഇരകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് എ റെസ്റ്റോറേഷൻ പ്രോസസ്. ഒരു തിരിച്ചുപിടിക്കലിൻ്റെയും മടങ്ങിവരവിൻ്റെയും അനുഭവം കൂടെ ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോനയുടെ പുസ്തകം നമ്മോട് പറയുന്നത്, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇനിയും ഈ ക്ലൈമറ്റ് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഒരു തരത്തിൽ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കും. ദുരന്തങ്ങൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഒരു സഹജീവനത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ദി റെസ്റ്റോറേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ക്രിയേഷൻ. ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയുടെയും സഹജീവനത്തിലൂടെ മാത്രമേ ഈ ഭൂമിയുടെ സൃഷ്ടിയുടെ മനോഹാരിത നമുക്ക് തിരിച്ചു പിടിക്കാനായി സാധിക്കുകയുള്ളൂ. യോനയുടെ പുസ്തകം അങ്ങനെ ഒരു സഹജീവനത്തെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. യോനയുടെ പുസ്തകത്തിൽ ഒരു മടങ്ങി വരവ് സാധ്യമായി തീരുന്നത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവവും സൃഷ്ടിജാലങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാം. ദൈവം, ഗോഡ് സ്പീക്സ് ആൻഡ് ഓൾ ദ ക്രിയേഷൻ ലിസൺസ്. ദൈവം സംസാരിക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടിയും ദൈവത്തോട് പ്രതികരിക്കുകയാണ്. അതിൽ സമുദ്രമുണ്ട്, കാറ്റുണ്ട്, കോളുണ്ട്, അതിൽ മത്സ്യമുണ്ട്, അതിൽ ആവണക്കുണ്ട്. സകല സൃഷ്ടിയും
ദൈവവുമായി ചേർന്ന് ഒരു സഹജീവനം നമ്മൾ കാണുകയാണ്. ഈ സഹജീവനം സാധ്യമാകുമ്പോഴാണ് നമുക്ക് ഒരു വീണ്ടെടുപ്പ് സാധ്യമാവുക എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സൃഷ്ടിതാവും സൃഷ്ടിയും തമ്മിൽ നഷ്ടപ്പെട്ടു പോയ ഈ ബന്ധത്തെ തിരിച്ചു പിടിക്കുമ്പോഴാണ് വീണ്ടെടുപ്പ് സാധ്യമായി തീരുന്നത്. ജീവനുള്ളതും ജീവനില്ലാത്തതുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ഈ വീണ്ടെടുപ്പ് സാധ്യമാവുകയാണ്. ദൈവത്തിൻ്റെ ഈ വീണ്ടെടുപ്പ് പ്രക്രിയയിൽ 3 സൃഷ്ടി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ വായിച്ച് കേട്ടതുപോലെ ദ ഗ്രേറ്റ് ഫിഷ്. യോനയെ ദുരന്തത്തിൻ്റെ ഇരയായി സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ യോനയെ രക്ഷിക്കുന്നത് ഒരു വലിയ മത്സ്യമാണ്, മനുഷ്യനല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക. ഒരു വലിയ മത്സ്യമാണ്. തനിക്ക് ഭക്ഷണമായി കിട്ടിയ ഒരു വലിയ ഇരയെ മത്സ്യം തിന്നു തീർക്കാതെ അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന സ്വസ്ഥമായി കഴിഞ്ഞുകൂടുകയാണ് 3 ദിവസങ്ങൾ. നമ്മൾ ഇന്നലെയൊക്കെ ശ്രദ്ധിച്ചു, ഇറ്റ് ഹാസ് ബിക്കം എ സാങ്ച്വറി ഫോർ ജോന. യോനയുടെ ജീവിതത്തിൽ അതൊരാലയമായി തീർന്നു എന്ന് നമുക്ക് കാണാം. ഇറ്റ് ഹാസ് ബിക്കം എ പ്ലേസ് ഓഫ് സോളസ് ആൻഡ് കംഫർട്ട്. യോനയുടെ ജീവിതത്തിലെ ഒരു ആശ്വാസത്തിൻ്റെ ഇടമായി തീർന്നു ഈ മത്സ്യത്തിൻ്റെ വയറ്. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന ദൈവത്തോട് സംഭാഷിക്കുകയാണ്. ജീവനുള്ള മത്സ്യം തൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ അനുസരിക്കുകയാണ്. യോനയെ രക്ഷിക്കാനായി അവനെ വിഴുങ്ങാൻ പറഞ്ഞപ്പോൾ അതനുസരിക്കുന്നു. യോനയെ കടൽക്കരയിൽ ഛർദ്ദിക്കാൻ പറയുമ്പോൾ മത്സ്യം അനുസരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദ റെസ്റ്റോറേഷൻ ഈസ് പോസിബിൾ ത്രൂ എ റെസ്പോൺസിബിൾ കോ ഇൻഹാബിറ്റൻസ്. നമ്മൾ ഉത്തരവാദിത്വത്തോടെ പരസ്പരം നിർവഹിക്കുന്ന ഒരു സഹജീവനത്തിന് മാത്രമേ നമ്മുടെ സൃഷ്ടിയെ മനോഹരമാക്കി തിരിച്ചു പിടിക്കാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ, ദി റെസ്റ്റോറേഷൻ ഈസ് ദ ഡ്രൈ ലാൻഡ്. യോന ഛർദ്ദിക്കപ്പെട്ടത് ഒരു കരയിലേക്കാണ്. സൃഷ്ടി വിവരണത്തിൽ കരയുണ്ടായത് എങ്ങനെയെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേർന്നപ്പോൾ കര രൂപപ്പെട്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കര അനേകരുടെ ജീവിതത്തിൻ്റെ ആശ്വാസ ഇടമാണ്. വെള്ളം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയപ്പോൾ മറ്റ് സ്ഥലങ്ങളെല്ലാം കരയായി തീർന്നു. വേദപുസ്തകം അതിനെ വിളിക്കുന്നത് ഡ്രൈ ലാൻഡ് എന്നാണ്. ദിസ് ഡ്രൈ ലാൻഡ് ഹാസ് ബിക്കം എ ഷെൽട്ടർ ഹോം ഫോർ ദി ക്ലൈമറ്റ് റെഫ്യൂജി ജോന. യോനയ്ക്ക് തലചായ്ക്കാനുള്ള ഇടം നൽകിയത് ഈ കരയാണ്. ഈ കര ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണ്. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഭൂമി എന്നതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇടം, അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മറന്നുകളയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. നമുക്ക് നിൽക്കാനൊരിടമില്ലാത്ത ഒരു സമയത്തെ ഒന്ന് ഭാവന ചെയ്യാമോ? നമ്മളെവിടെ പോകും? നമുക്ക്